എന്തായാലും നമ്മുടെ ഇവിടെ ഈ പ്രേക്ഷകർ ഒരുപാട് പേര്, ആയിരക്കണക്കിന് മാത്രമല്ല അല്ലേ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ താങ്കളുടെ ആൽബങ്ങൾ കണ്ടു, അത് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഈ പിന്നെ താങ്കളുടെ ഫാമിലിയെക്കുറിച്ച് അറിയാൻ. കാരണം താങ്കൾ ഒരുപാട് പറയുന്നത് ഉമ്മയുടെ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ടും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ്? ഉമ്മാന്റെ വലിയ സപ്പോർട്ട് എന്നല്ല, ഉമ്മ ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എൻ്റെ ഉമ്മക്കാരന്നെ നെഗറ്റീവ് ഒന്നും ചെയ്യൂല എന്നുള്ളത്. ഒരു വർക്കായെങ്കിലും അതിൽ ചെയ്യുന്നത് ആക്ടിങ് ആണ്. നമ്മ പിന്നെ ഒരു ബോയ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ആക്ടിങ് ആയിട്ട് കാണാനുള്ള ഒരു ഇത് അവർക്കുണ്ട്. അത് പിന്നെ കൂടുതലായിരിക്കും നമ്മൾ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസേ ഞാൻ ചെയ്യലുള്ളൂ എന്തും. അപ്പോൾ അതിൽക്ക് പിന്നെ വേറെ നെഗറ്റീവും കാര്യവും അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഫാമിലീസിൻ്റെ മീൻസ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും നോക്കും, അവരെന്താണ് പറയുന്നതെന്ന് നോക്കും. പിന്നെ ബാക്ക് ഫാമിലീസ് അവരെ കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ നോക്കലില്ല. ഓക്കെ, കൂടാതെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിൽ കോളേജിലെല്ലാം പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പോൾ ഈ ഒരു രംഗത്ത് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടി, കൂടുതലായിട്ട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇതിൽ കിട്ടിയ ഒരു എന്താ പറയുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ വർക്ക് വന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ പ്രൊമോഷൻ ചെയ്യാനും ഒന്നിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് കട്ട ഫ്രണ്ട്സ് ഉണ്ട്, അവരുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം പോയിട്ട് കൊണ്ടുപോയിട്ട് സപ്പോർട്ടാക്കി അങ്ങനെ പറയണം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ കാണുമല്ലോ വർക്ക്, പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് കണ്ടിച്ചിട്ട് എന്ത് കാര്യം. അൻസിയുടെ ഈ ഇതിലിടപെടലും ഇതിലെ അഭിനയം ഒക്കെ കണ്ടിട്ട് മറ്റു സുഹൃത്തുക്കൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? കാരണം അവർക്കൊരു മോട്ടിവേഷനായിട്ട് തീർന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ മോട്ടിവേഷൻ ഞാൻ ചെയ്യലില്ല. ബിക്കോസ് ഞാൻ വന്നത് തന്നെ അറിയല്ലോ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇതിലേക്ക് ഞാൻ ചെയ്തിട്ട്, ബിക്കോസ് ആരും വരണമെന്നൊക്കെ ഭയങ്കര നല്ല ഒരു ആഗ്രഹമുണ്ട് ഒന്നിച്ച് അങ്ങനെയല്ലോ. പക്ഷെ ഞാൻ വന്നതിന് തന്നെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് വന്നെങ്കിൽ അതും എൻ്റെ തലക്കാവും. അതുകൊണ്ട് പക്ഷെ വന്നിട്ടുണ്ട് ഞാൻ കാരണം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണല്ലോ. കാരണം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേക്ക് വരണമെന്ന്. വന്നപ്പോൾ ജനങ്ങൾ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയായിട്ടാണല്ലോ മാറിയിരിക്കുന്നത്. അപ്പം അതിൽ തെറ്റില്ലല്ലോ. കാരണം തെറ്റ് ഇല്ല, തെറ്റ് ആൾക്കാരെ കാണുന്നത് തെറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല, തെറ്റായ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആക്ടിങ്ങിൻ്റെ ബേസിൽ എടുക്കുന്നവർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല. പിന്നെ വേറെ കണ്ണിൽ കാണുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഈ നമുക്കറിയാം ആൽബമൊക്കെയാണ് ഇപ്പോൾ അതിൽ. അതോടൊപ്പം ഈ പാട്ട് പഠിച്ചില്ലെങ്കിലും പാട്ട് ചെയ്തു എന്ന് പറയും, ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിലും. ഇപ്പം അതുപോലെ നൃത്തത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നൃത്തം ഡാൻസ് ഞാൻ സ്കൂളിലെല്ലാം ചെയ്യുന്നുണ്ടായി. സ്കൂളിലെല്ലാം പിന്നെ മെയിനിങ് എന്താ ഒപ്പന അങ്ങനത്തെ എല്ലാം മെയിൻ ചെയ്യുന്നുണ്ടായി. അല്ലാതെയും ഈ സെൻഡ് ഓഫ് അങ്ങനെയെല്ലാം വരുമ്പോഴേക്ക് അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ആവശ്യം വന്ന് കളിക്കാനുള്ള സ്റ്റെപ്പെല്ലാം അറിയും, അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാം. അതോടൊപ്പം കണ്ടത് നമ്മുടെ ഈ ബ്ലോഗ് എഴുത്ത് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേറെ ഒരു ചർച്ച ചെയ്യുന്നത് സ്വന്തം സുഹൃത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. സുഹൃത്തിന് പറ്റിയ ചില അബദ്ധങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അത് ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയെങ്കിലും കുറേ ആൾക്കാർ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ടോക്കായിരുന്നു. അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര എനിക്ക് ഫീലായി. എന്ത് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വ്യൂവേഴ്സ് വെക്കാൻ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേറെ എന്ത് ചെയ്തെങ്കിലും മതി. പക്ഷെ ഞാൻ എന്നോട് പെർമിഷൻ പറഞ്ഞതാണുള്ളൂ. പിന്നെ നമ്മളെ പോലെ ഇപ്പം എല്ലാവർക്കും ക്യാമറേൻ്റെ മുമ്പിൽ വരണമെന്ന് പറ്റൂല. പിന്നെ ഒന്നും എല്ലാവർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നോടോള് ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ കാര്യമാണ്. ടച്ചായിട്ട് പറയണ്ട, ഞാൻ ഒന്നിച്ചിട്ടുണ്ടായ ആളാണ്.